കേരള തമിഴ്നാട് അതിർത്തിയായ മുള്ളിയിലെ തമിഴ്നാട് ചെക്ക് പോസ്റ്റാണിത്. ഇവിടെ നിന്നും 75 കിലോമീറ്റർ പോയാൽ ഊട്ടിയിലെത്താം. മനോഹരമായ കാനനപാതയിലൂടെ യാത്ര ചെയ്യാം. എന്നാൽ തമിഴ്നാട് സർക്കാർ ചെക്ക് പോസ്റ്റ് അടച്ചു. ഊട്ടിയിലെത്തുന്നതിന് മുൻപുള്ള മഞ്ചിയൂർ, കിണ്ണക്കോര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവരെ മാത്രമേ ഇതുവഴി കടത്തിവിടൂ. അട്ടപ്പാടിയിലെ താവളം മുതൽ മുള്ളി വരെയുള്ള 29 കിലോമീറ്റർ റോഡ് 140 കോടി രൂപ ചിലവഴിച്ചാണ് കേരള സർക്കാർ നവീകരിച്ചത്. റോഡ് നിർമ്മാണം കഴിഞ്ഞ ഉടൻ മുള്ളി ചെക്ക് പോസ്റ്റ് തമിഴ്നാട് വനം വകുപ്പ് അടച്ചു. വനത്തിലൂടെ ഊട്ടിയിലേക്ക് യാത്ര ചെയ്യാനായി നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നത് പ്രതീക്ഷിച്ച് നവീകരിച്ച റോട്ടിൽ നിരവധി കച്ചവടങ്ങൾ ആരംഭിച്ചിരുന്നു. ചെക്ക് പോസ്റ്റ് അടച്ചതോടെ വിനോദസഞ്ചാരികൾ വരാതായി. ഭൂരിഭാഗം കച്ചവട സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. നമ്മുടെ ഈ റോഡ് ഓപ്പണായി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗുണമാണത്. കാരണം എന്താ വെച്ചാൽ ഗസ്റ്റുകളൊക്കെ വരുന്നത് കുറച്ച് ഇതാവും ചെയ്യും. അത് വിചാരിച്ചിട്ടാണ് ഇവിടെ നമ്മുടെ പരിപാടികളൊക്കെ വിചാരിച്ചത്. പക്ഷെ അത് ഈ റോഡ് ഓപ്പൺ ആയാലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. വാഹനങ്ങൾ പോകുന്നത് വന്യമൃഗങ്ങൾക്ക് തടസ്സമാകുമെന്ന് പറഞ്ഞാണ് തമിഴ്നാട് വനം വകുപ്പ് ചെക്ക് പോസ്റ്റ് അടച്ചത്. ചെക്ക് പോസ്റ്റ് അടച്ചതറിയാതെ വരുന്നവരെ കേരളത്തിലേക്ക് കടക്കാനുള്ള 100 മീറ്ററിൽ താഴെയുള്ള മൺറോട്ടിലേക്ക് പോലും തമിഴ്നാട് വനം വകുപ്പ് കടത്തിവിടുന്നില്ല. അതിനാൽ മണ്ണാർക്കാടെത്താൻ 40 കിലോമീറ്റർ ഇവർ അധികം സഞ്ചരിക്കണം. വനമേഖലയല്ലാത്ത 100 മീറ്റർ സ്ഥലം വഴി മുള്ളിയിൽ നിന്നും മണ്ണാർക്കാടെത്താൻ 60 കിലോമീറ്ററാണ് ദൂരം. 100 മീറ്റർ സ്ഥലം കൂടി അടച്ചതോടെ 100 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം മണ്ണാർക്കാടെത്താൻ. തമിഴ്നാട് CM മുള്ളി ചെക്ക് പോസ്റ്റ് തുറന്നു നൽകുമോ എന്ന് കേരള CM ചോദിക്കണം. അപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് ഇതുപോലെ ചിരിച്ചു കഴിഞ്ഞാൽ മുള്ളി ചെക്ക് പോസ്റ്റ് തുറക്കപ്പെടും, അല്ലെങ്കിൽ യാത്രാ നിരോധനം തുടരും. മുഖ്യമന്ത്രി തല ചർച്ചകളല്ലാതെ മുള്ളി ചെക്ക് പോസ്റ്റ് തുറക്കുന്നതിന് മറ്റ് മാർഗങ്ങളില്ല. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1, പാലക്കാട്.